നമ്പൂരി പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ്. എൻ്റെ പേര് സീനാനിൽ. ഇലക്ഷന് നിന്നപ്പം മുതൽ എൻ്റെ അടുത്ത് ഭയങ്കര വൈരാഗ്യം. എന്നെ കൊന്നുകളയും, എന്നെ ഊരിട്ടും ചതയ്ക്കും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇലക്ഷന് ഞാൻ ജയിച്ചു, വൈസ് പ്രസിഡൻ്റായി. ആ പ്രശ്നം അവിടെ സോൾവായി. കാണുമ്പം ഒരു ദേഷ്യവും ഒരു ഭീഷണി, കാലുവെട്ടും കൈവെട്ടും എന്നൊക്കെ പറയണമെങ്കിലും പക്ഷേ നമ്മളൊരു പ്രശ്നത്തിനോ പരാതിക്കോ പോയില്ല. ആക്രമണമൊന്നും വന്നില്ല. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല, നമ്മളങ്ങ് പോയി. ഇപ്പോൾ എൻ്റെ മോൻ പട്ടാളത്തിൽ നിന്ന് ലീവിന് വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ വന്നത്. ഇന്നലെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് എൻ്റെ വീട് ബാലരാമൂർ കായലിട്ട് അവൻ മാത്രം അവൻ്റെ കൂട്ടുകാരന്മാരൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്ന് 11:30 വണ്ടി കൊണ്ട് വെച്ചിട്ട് കിടന്ന് 3:30 വണ്ടിയിൽ തട്ടും പൊട്ടും ബഹളവും, വീടിൻ്റെ 4 വശം ആൾക്കാർ ഓടണ ശബ്ദം, എന്താണ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ കൂട്ടുകാരന്മാർ വെളിയിൽ ഒറ്റയ്ക്ക് ഇറങ്ങാനൊന്നും പ്രത്യേകില്ല, ഒറ്റയ്ക്കേ വീട്ടിലുള്ളൂ. കൂട്ടുകാരന്മാരെ കുറച്ച് പേരെ വിളിച്ചിട്ട് ഒന്ന് ജസ്റ്റ് നോക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പം ജനലിലൂടെ നോക്കിയപ്പം ഒരാളിൻ്റെ ഷോൾഡർ കണ്ട് മിന്നായം പോലെ മാറിയെന്ന് പോയി. വണ്ടി വീറുന്ന ശബ്ദമുണ്ട്. കഥക് തുറന്നിറങ്ങിയപ്പോൾ മുറ്റത്ത് ഒതുക്കി വെച്ചിരുന്ന ബൈക്ക് ആളി കത്തുന്നു. ഒരു രക്ഷയുമില്ല. അങ്ങനെ തിരിച്ച് ഇവൻ റോഡിലിറങ്ങി പോലീസിനെ വിളിച്ച് ഫയർഫോഴ്സ് വിളിച്ച് എന്നെ വിളിച്ച് പറയണം. ഞാൻ രാത്രി എല്ലാവരെയും വിളിച്ച് റോഡിലങ്ങനെ നിന്നപ്പം ഈ ഷോൾഡർ കണ്ട കൈ രൂപമുള്ള ആൾ അവനത് മനസ്സിലായി. റോഡിൽ നിന്ന്, അതായത് ജംഗ്ഷനിൽ നിന്ന് ആ ആളിൻ്റെ വീട്ടിലോട്ട് രാത്രി 3:30 മണിക്ക് തിരിച്ചു പോകുന്നുണ്ട്. ഉടനെ പോലീസ് വന്ന് അവൻ്റെ അടുത്ത് ചോദിച്ച കാര്യങ്ങളെല്ലാം അവൻ ഇതേപോലെ ആളിനെ പറഞ്ഞ് ഉടനെ അയാളെ ചെന്ന് വിളിച്ചു, പിന്നെ അറസ്റ്റ് ചെയ്തു ഡാം സ്റ്റേഷനിൽ. ഇത് ഇത്രയും വൈരാഗ്യം വരാൻ എന്താണ് കാരണം? എന്നോടുള്ള വൈരാഗ്യമായിരിക്കാം എൻ്റെ മോൻ്റെ അടുത്ത് തീർത്ത്. എന്തായാലും ഇത് കേസെടുത്ത് നല്ല രീതിയിൽ പോകണം. പത്രക്കാരെല്ലാവരും ഇടപെടണം. ഇത് ഒരു മിലിറ്ററിക്കാരൻ്റെ കുടുംബത്തിനോട് ചെയ്തതാണ്. ഒരു പാർട്ടി പ്രവർത്തകർ എൻ്റെ അടുത്ത് ചെയ്തതിന് പ്രശ്നമില്ല, അത് പോട്ടെ. അവൻ ഇത്രയും കണ്ട നാട്ടിൽ ചെന്ന് നടന്ന് കഷ്ടപ്പെട്ടിട്ട് 2 ദിവസത്തെ ലീവിന് നാട്ടിൽ ഒന്ന് സന്തോഷിക്കാമെന്ന് പറഞ്ഞ് വന്ന സമയത്ത് ആ പയ്യൻ്റെ അടുത്ത് ചെയ്ത ദ്രോഹം അത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ എടുക്കുന്നത്. രാഷ്ട്രീയ വൈരാഗ്യമാണോ എന്താണോ, എന്തായാലും ഇതിന് ഒരു തക്കതായ ശിക്ഷ പത്രക്കാരും കോടതി സ്റ്റേഷനെല്ലാം ഇടപെട്ട് എനിക്ക് നീതി കിട്ടും. ഞാനും എൻ്റെ ഒരു 8 വയസ്സായ ഒരു കുഞ്ഞു മോനുമാണ് വീട്ടിലുള്ളത്. അച്ഛൻ ദൂരെ പണിക്കാണ് പോകുന്നത്. അവൻ ലീവ് കഴിയുമ്പോൾ അവനും പോകും. എൻ്റെ ജീവന് സ്വത്തിന് എന്താണ് എനിക്കൊരു ഉറപ്പുള്ളത്? ഞാൻ ഈ വൈസ് പ്രസിഡൻ്റായിട്ട് എത്രയോ ദൂരം ഇറങ്ങി സഞ്ചരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ എങ്ങനെ ജീവിക്കും ഈ നാട്ടിൽ, ഈ വീട്ടിൽ? അതുകൊണ്ട് എന്തായാലും ഇതിനൊരു തീരുമാനം വേണം. അറസ്റ്റ് റിമാൻഡ് ചെയ്യാനുള്ള വകുപ്പൊക്കെ എഴുതിയിട്ടുണ്ട്, ചെയ്യണം. ഇനി ഒരു മനുഷ്യരോടും, രാഷ്ട്രീയമായാലും ഇല്ലാതായാലും ഒരു മനുഷ്യരോടും ഇങ്ങനെ ചെയ്യരുത് ആരും. അതിന് വേണ്ടിയുള്ള നടപടി ചെയ്യണം.